അപ്പോൾ നമ്മൾ അവിടെ പയർ നട്ട് ചീര നട്ട് അപ്പോൾ ഇനി പച്ചമുളക് നട്ട് നോക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇന്നലെ തന്നെ അത്യാവശ്യം ഇതിന് നമ്മൾ ഓൾറെഡി വെയിലൊക്കെ തിരിച്ച് വീട്ടിൽ പണ്ട് ചെടികൾക്ക് കെട്ടിയിട്ടുള്ള മഴമറ വെച്ചുകൊണ്ട് നമ്മൾ സൈഡ് തിരിച്ച് എല്ലാ വീഡിയോയിലും പറയണ പോലെ കോഴികൾ കയറാണ്ടിരിക്കാനാണ്. നമ്മുടെ തന്നെ നാടൻ കോഴികളുണ്ട് ഇവിടെ. അപ്പോൾ കോഴികളൊക്കെ വാങ്ങിക്കാനായിട്ട് ആൾക്കാർ വരാറുണ്ട്. ഇവിടെ കോഴികളിങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കൊത്തി വിരിച്ച് മുകളിലൊരു കൂടുണ്ട്. അത് കഴിഞ്ഞാൽ താഴെ നമ്മൾ ഈ വലയിലേക്ക് ഇറക്കി വിടും. പിന്നെ അത്യാവശ്യം അതായി കഴിഞ്ഞാൽ പിന്നെ ആയിട്ടുള്ള തുറന്ന് വിട്ട് ബാക്കിലുള്ള പറമ്പിലും പാടത്തൊക്കെ പോയിട്ട് എല്ലാം കൊത്തി തിന്നൊക്കെയാണ് വരാറ്. അപ്പോൾ ഈ പറഞ്ഞൊന്നാണ് കുറച്ച് ഏരിയയാണ് ഉള്ളത്. കുറേ നാളായിട്ട് അനങ്ങാണ്ട് കിടന്ന അല്ലെങ്കിൽ ഇളകാണ്ട് കിടന്ന മണ്ണായതുകൊണ്ടൊക്കെ കൊത്തി കളച്ച് അതിലിനി പിന്നെ വളം പോരാന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പോൾ വീട്ടിലുള്ള ചാരമൊക്കെ നമ്മളെടുത്ത് പതിയെ മണ്ണിനോടൊക്കെ ചേർന്ന് മിക്സ് ചെയ്ത് പിന്നെ ഇവിടെ കുറേ അച്ഛനും അമ്മയൊക്കെ പാടി ചേർത്ത് ഉണ്ട്. അവരൊക്കെ പാടി ചെയ്ത് വെച്ചിട്ടുള്ള ഇവിടെ ഒരു ജൈവവളം ഉണ്ട്. ജൈവവളം വെച്ച് കണ്ടത് ഇങ്ങനത്തെ ഓരോ തൊണ്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പച്ചിലരൊക്കെ പുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് വളമുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് ആ ജൈവവളം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമ്മളെടുത്ത് ഈ ചാരത്തിനോടൊപ്പം തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മണ്ണ് ഒരുക്കണ കൊത്തി കളിച്ചിട്ടാണ് മണ്ണിലേക്ക് ഇത് മിക്സ് ചെയ്യാന്നുള്ളൊരു വിചാരിച്ചിട്ട് ആണ്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു വളമാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അതെല്ലാം പതുക്കെ ഇതിലിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളങ്ങനെ എന്താവും എന്നൊക്കെ ബാക്കി വേളം അല്ലത് നമ്മൾ വിത്തെല്ലാം പാവി അതിന് ശേഷമൊക്കെ അറിയാൻ പറ്റും. ചാരമൊക്കെ നല്ലോണം മണ്ണിൽ മിക്സ് ചെയ്ത് അതിന് വെള്ളം കൂട്ടി കൊത്തി കളച്ച് വരമ്പ് പോലൊക്കെ ഒന്ന് സെറ്റാക്കണം. എന്നിട്ട് വേണം നമ്മുടെ മുളകും അല്ലെങ്കിൽ പാവക്കായ പടവലങ്ങ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനായിട്ട്. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? അപ്പോൾ അങ്ങനെതാ നമ്മളങ്ങനെ വാരം കൊത്തി കളച്ചത് അങ്ങനെ ഒരു വാരം സെറ്റാക്കിയിന്. അപ്പോൾ നമ്മളങ്ങനെ 3 സൈഡും മറിച്ച് വാരൊക്കെ കുത്തി അല്ല കീറി വാരൊക്കെ എടുത്ത് വളം കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളങ്ങനെ കുഴിയൊക്കെ കുത്തി കോലൊക്കെ നാട്ടി 3 സൈഡും മറിച്ച്. ഇനി ഈ സൈഡും കൂടി മറിയാണ്ട് അപ്പം അതിനുള്ള ചെറിയൊരു മരം കൂടി എടുത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ നനയ്ക്കാനുള്ള പരിപാടി നോക്കി. അതിന് വളം ഇട്ടാക്കണ്ടല്ലേ. അപ്പോൾ ഒന്ന് നനച്ചൊക്കെ കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ള പരിപാടി നിങ്ങൾ നിൽക്കണം.